LTU-VC-ആയി സിസ തോമസിനെ നിയമിച്ചതിൽ SFIയിൽ എതിർപ്പ് രൂക്ഷം. ഗവർണറോട് വിട്ടുവീഴ്ച ചെയ്യേണ്ടിയിരുന്നില്ല എന്ന നിലപാടിലാണ് ഒരു വിഭാഗം നേതാക്കൾ. അതൃപ്തി വ്യക്തമാക്കി തിരുവനന്തപുരം ജില്ലാ നേതൃത്വം രംഗത്തെത്തി. ഗോപാൽ ശില സെനൽ ചേരുന്നു. ഗോപാൽ, ഒരുപാട് സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ അരങ്ങേറിയതാണ് SFIയുടെ ഭാഗത്തു നിന്ന്. അപ്പോൾ നിലവിൽ സർക്കാരും ഗവർണറും തമ്മിൽ പരസ്പരം എടുത്ത ഒരു നിലപാട്, അതിൽ സിസ തോമസിനെ നിയമിച്ചതിൽ SFIക്ക് കടുത്ത എതിർപ്പുണ്ടല്ലേ? അവരതെങ്ങനെയൊക്കെ പ്രകടിപ്പിക്കുന്നു? റോഷി സൂചിപ്പിച്ചതുപോലെ തന്നെ സിസ തോമസിന്റെ നിയമനത്തിൽ ആദ്യഘട്ടത്തിൽ താൽക്കാലിക VC ആയപ്പോൾ വലിയ പ്രതിഷേധങ്ങൾക്കിടയിലൂടെയാണ് അന്ന് സിസ തോമസ് സർവകലാശാലയിലെത്തി ചുമതലയേറ്റത്. പിന്നാലെ തന്നെ തുടർച്ചയായ സമരങ്ങൾ SFIയുടെ നേതൃത്വത്തിൽ സർവകലാശാല കേന്ദ്രീകരിച്ച് ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ അത് തെരുവ് യുദ്ധം എന്ന തരത്തിലേക്ക് പോലും കാര്യങ്ങളെ കൊണ്ടുപോകുന്ന സ്ഥിതിയിലേക്കുണ്ടായി. അന്നെല്ലാം തന്നെ സമരത്തെ മുന്നിൽ നിന്ന് നയിച്ചത് SFI ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ നിയമനത്തിൽ SFIയിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് വലിയ എതിർപ്പ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ജില്ലാ നേതൃത്വത്തിനാണ് ഇതിൽ ഏറ്റവും പ്രധാനമായും എതിർപ്പ് ശക്തമായി നിലനിൽക്കുന്നത്. കാരണം തിരുവനന്തപുരം കേന്ദ്രീകരിച്ചായിരുന്നു ഈ സമരങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. തിരുവനന്തപുരത്തെ തന്നെ പല വിദ്യാർത്ഥികളും ഈ സമരങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി വിദ്യാർത്ഥികൾക്കും പ്രവർത്തകർക്കും ഇതിൽ പല കേസുകളുമുണ്ട്. പലർക്കും മർദ്ദനമേൽക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു ഒത്തുതീർപ്പുണ്ടാകുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. അതേസമയം തന്നെ മറുവശത്ത് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായ നന്ദൻ ഇതിൽ പേര് പറയാതെ മറ്റു കാര്യങ്ങളൊന്നും തന്നെ പറയാതെ ഒരു വാചകവും ഒരു ചിത്രവും വെച്ചാണ് തന്റെ അതൃപ്തി വ്യക്തമാക്കിയത്. എത്ര ദുരിതം അനുഭവിച്ചു നാം, എത്ര നിരാശരായി നാം, എത്ര പകലുകൾ രാവുകൾ കടന്നുപോയി, എങ്കിലും പോരടിച്ചു നിന്നു നാം എന്ന വാചകത്തോടൊപ്പം SFIയുടെ ഒരു പതാക കൂടി വെച്ചുകൊണ്ടാണ് സാമൂഹ്യ മാധ്യമത്തിൽ നന്ദൻ പോസ്റ്റ് ചെയ്തത്. എന്തായാലും ആ എതിർപ്പ് സമൂഹ മാധ്യമങ്ങളിലൂടെയും അറിയിച്ചു കഴിഞ്ഞു SFI. വലിയ സമരങ്ങളൊക്കെ നടത്തിയതാണ് SFI. എന്തായാലും ഇതിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.